ഇന്ത്യ നടത്തിയ വ്യോമാക്രമണത്തിൽ ജെയ്ഷെ മുഹമ്മദ് സ്ഥാപകൻ മസൂദ് അസ്ഹറിന്റെ സഹോദരങ്ങൾ കൊല്ലപ്പെട്ടു. അതേസമയം തിരിച്ചടിക്കാൻ പാകിസ്ഥാൻ സൈന്യത്തിന് അനുമതി നൽകി പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ. ഇന്ത്യ അനാവശ്യമായ യുദ്ധത്തിന് തുടക്കമിട്ടു, ഉചിതമായ സമയത്ത് തിരിച്ചടിക്കുമെന്നും ഇമ്രാൻഖാൻ ഭീഷണി മുഴക്കി. ഇരു രാജ്യങ്ങളും സമാധാനം പുലർത്തണമെന്ന് ചൈന ആവശ്യപ്പെട്ടു. ഇപ്പോൾ വിവരങ്ങളുമായി സന്തോഷ് സെർലിംഗ് ചേരുകയാണ്. പുൽവാമ സ്ഫോടനം കഴിഞ്ഞ 12 ദിവസം പൂർത്തിയാകുമ്പോഴാണ് ഇന്ത്യ വലിയ രീതിയിൽ പ്രത്യാക്രമണം നടത്തിയിരിക്കുന്നത്. പാകിസ്ഥാനിലെ ബലാക്കോട്ട്, ചഗോദി, മുസറാഫാദ് കേന്ദ്രങ്ങളിൽ ഉള്ള ജെയ്ഷെ മുഹമ്മദിന്റെ തീവ്രവാദ കേന്ദ്രങ്ങളിൽ ഇന്നലെ അർദ്ധരാത്രിയോടുകൂടി വ്യോമസേന വിമാനം ഉപയോഗിച്ച് തകർത്തിരിക്കുന്നു ഇന്ത്യ. ഏകദേശം 21 മിനിറ്റ് കൊണ്ട് 12 മിറാഷ് യുദ്ധവിമാനങ്ങൾ ഉപയോഗിച്ചാണ് ഈ നേരത്തെ നിശ്ചയിച്ച സ്ഥലങ്ങളിൽ ഇന്ത്യ ആക്രമണം നടത്തിയത്. 1000 കിലോയോളം സ്ഫോടക വസ്തുക്കൾ ഈ ആക്രമണത്തിന് ഇന്ത്യ ഉപയോഗിക്കുകയും ചെയ്തു. 3 കേന്ദ്രങ്ങളിലെയും തീവ്രവാദ കേന്ദ്രങ്ങൾ പൂർണ്ണമായും തകർക്കപ്പെട്ടു. ഇവിടെയുള്ള 300ഓളം തീവ്രവാദികൾ കൊല്ലപ്പെട്ടിരിക്കാം എന്നാണ് ഇന്ത്യ കരുതുന്നത്. വിദേശകാര്യ സെക്രട്ടറി ഉച്ചയോട് വാർത്താ സമ്മേളനം വിളിച്ച് ആക്രമണം നടത്തിയ കാര്യം സ്ഥിരീകരിക്കുകയും ചെയ്തു. ഇന്ത്യക്ക് മറ്റ് പോംവഴികളില്ലായിരുന്നു. ജെയ്ഷെ മുഹമ്മദ് വീണ്ടും ആക്രമണം നടത്താൻ തയ്യാറാകുന്ന ഒരു പശ്ചാത്തലത്തിലാണ് ഇന്ത്യക്ക് ഈ അതിർത്തി കടന്ന് ആക്രമണം നടത്തേണ്ടി വന്നതെന്നാണ് വിദേശകാര്യ സെക്രട്ടറി വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയത്. India struck the biggest training camp of the Jaish-e-Mohammed in Balakot. In this operation, a very large number of Jaish-e-Mohammed terrorists, trainers, senior commanders and groups of jihadis who were being trained for Fidaian action were eliminated. പാകിസ്ഥാനും ആക്രമണം സ്ഥിരീകരിച്ചിരിക്കുന്നു. പാകിസ്ഥാന്റെ സൈനിക വക്താവാണ് ഇന്ന് പുലർച്ചയോടുകൂടി ആദ്യമായി ഈ സംഭവം സ്ഥിരീകരിച്ചുകൊണ്ട് ട്വീറ്റ് ചെയ്തത്. ചില മേഖലകളിൽ ഇന്ത്യ വ്യോമാക്രമണം നടത്തി, പക്ഷെ പ്രത്യാക്രമണത്തെ തുടർന്ന് അവർ മടങ്ങിപ്പോയി എന്ന് പറയുന്നുണ്ട്. എന്നാൽ പോലും ബലാക്കോട്ടിലും മുസറാഫാബാദിലും ബോംബ് വർഷം ഉണ്ടായി എന്ന് അദ്ദേഹം തന്നെ സമ്മതിക്കുകയും ചെയ്യുന്നു. ബലാക്കോട്ടാണ് ജെയ്ഷെ മുഹമ്മദിന്റെ ഏറ്റവും വലിയ തീവ്രവാദ പരിശീലന കേന്ദ്രം. അവിടെ നടത്തും ബോംബ് വർഷത്തിൽ ജെയ്ഷെ മുഹമ്മദിന്റെ സ്ഥാപകൻ കൂടിയായ മസൂദ് അസ്ഹറിന്റെ 2 സഹോദരങ്ങൾ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. ഒരാൾ നേരത്തെ ഇന്ത്യയിൽ തന്നെ ഇന്ത്യൻ എയർ ഇന്ത്യ വിമാനം തട്ടിയെടുത്ത് ഖണ്ഡഹാറിൽ കൊണ്ട് നിറക്കിയ ഇബ്രാഹിം അസ്ഹറും മൗലാന തൽഹയുമാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. ഇവരെ കൂടാതെ അഫ്ഗാനിസ്ഥാനിലെയും ജമ്മു കാശ്മീരിലെയും തീവ്രവാദ പ്രവർത്തനങ്ങൾക്കൊക്കെ നേതൃത്വം വഹിച്ച ജെയ്ഷെ മുഹമ്മദിന്റെ മുതിർന്ന കമാൻഡർമാരും ഈ സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. ലോകരാഷ്ട്രങ്ങളാകട്ടെ ആശങ്കയോടെ വിഷയത്തെ കാണുന്നുണ്ട്. ചൈന ഇരു രാഷ്ട്രങ്ങളോടും സമാധാനം പുലർത്താൻ ആവശ്യപ്പെട്ടിരിക്കുന്നു. പാകിസ്ഥാൻ അടിയന്തര സുരക്ഷാ കൗൺസിൽ യോഗം ചേർന്നു. പ്രത്യാക്രമണത്തിന് സൈന്യത്തിന് എല്ലാ സ്വാതന്ത്ര്യവും നൽകി എന്നാണ് പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ അറിയിച്ചിരിക്കുന്നത്. ഇന്ത്യ അനാവശ്യമായ തിടുക്കം കാട്ടി, പക്ഷേ ഉചിതമായ സമയത്ത് തിരിച്ചടി ഉണ്ടാകും എന്ന് ഇമ്രാൻഖാൻ പറയുന്നു. രാഷ്ട്രീയമായ വലിയ പ്രശ്നങ്ങൾ പാകിസ്ഥാനിൽ ഉണ്ടായിരിക്കുന്നു. നാളെ പാർലമെന്റിന്റെ അടിയന്തര യോഗം വിളിച്ചു ചേർത്തിട്ടുണ്ട് പാകിസ്ഥാനിൽ. ഇപ്പോൾ ഇന്ത്യ നടത്തിയിരിക്കുന്ന ഈ ആക്രമണം സംബന്ധിച്ച് വിശദീകരണം ഒരു മന്ത്രിതല സമിതി തന്നെ പാർലമെന്റിൽ നൽകും എന്നാണ് അറിയാൻ കഴിയുന്ന. ഒരു പ്രത്യാക്രമണം ഇന്ത്യയും പ്രതീക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതിർത്തി സംസ്ഥാനങ്ങളായ അരുണാചൽ പ്രദേശ്, പഞ്ചാബ്, ജമ്മു കാശ്മീർ തുടങ്ങിയ സ്ഥലങ്ങളിൽ വ്യോമ പ്രതിരോധവും ഇന്ത്യ ശക്തമാക്കിക്കൊണ്ട് കാത്തിരിക്കുകയാണ്. സൈനിക നടപടിയുടെ പശ്ചാത്തലത്തിൽ ദില്ലിയിൽ നടന്ന സർവകക്ഷി യോഗം സമാപിച്ചു. സൈന്യത്തിന്റെ ഭീകരവിരുദ്ധ നീക്കങ്ങൾക്ക് പ്രതിപക്ഷം പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചു. ഇപ്പോൾ ദില്ലിയിൽ നിന്നും ശരത് കെ ശശി തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ഇന്ന് പുലർച്ചെ ഇന്ത്യൻ സേന പാക് അതിർത്തി കടന്ന് നടത്തിയിട്ടുള്ള ആക്രമണത്തെ കുറിച്ചുള്ള വിശദാംശങ്ങൾ വിശദീകരിക്കുന്നതിന് വേണ്ടിയാണ് കേന്ദ്ര സർക്കാർ ഇത്തരത്തിൽ എല്ലാ പാർട്ടികളുടെയും യോഗം വിളിച്ചത്. കേന്ദ്ര വിദേശകാര്യമന്ത്രി സുഷമ സ്വരാജിന്റെ അധ്യക്ഷതയിലായിരുന്നു യോഗം ചേർന്നിട്ടുണ്ടായിരുന്നത്. വിവിധ രാഷ്ട്രീയ പാർട്ടികളെ പ്രതിനിധീകരിച്ചുകൊണ്ട് നേതാക്കന്മാരെല്ലാം തന്നെ ഈ യോഗത്തിൽ പങ്കെടുത്തു. ഏത് സാഹചര്യത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു ആക്രമണം ഇന്ത്യക്ക് നടത്തേണ്ടി വന്നത്, ഏത് രീതിയിലായിരുന്നു ആക്രമണം ഉൾപ്പെടെയുള്ള വിശദാംശങ്ങൾ കേന്ദ്ര വിദേശകാര്യമന്ത്രി സുഷമ സ്വരാജ് വിവിധ പാർട്ടി നേതാക്കന്മാരെ ബോധ്യപ്പെടുത്തുകയുണ്ടായി. കേന്ദ്ര സർക്കാരിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗ്, അതുപോലെ തന്നെ ധനമന്ത്രി അരുൺ ജെയ്റ്റ്ലിയും ഉൾപ്പെടെയുള്ള മന്ത്രിമാരും ഈ യോഗത്തിൽ പങ്കെടുക്കുകയുണ്ടായി. ഭീകരവാദത്തെ ചെറുത്തു തോൽപ്പിക്കാൻ കേന്ദ്ര സർക്കാർ പാകിസ്ഥാനിൽ തഴച്ചു വളരുന്ന ഭീകരവാദത്തെ ചെറുത്തു തോൽപ്പിക്കാൻ കേന്ദ്ര സർക്കാർ നടത്തുന്ന നീക്കങ്ങളെ വിശാല അർത്ഥത്തിൽ പിന്തുണയ്ക്കാൻ വേണ്ടി യോഗം തീരുമാനിച്ചിട്ടുണ്ട്. എന്നാൽ അതേസമയം തന്നെ
പ്രതിപക്ഷ പാർട്ടികളുടെ നേതാക്കന്മാരും ഈ ഒരു നിലപാട് സ്വീകരിക്കുമ്പോഴും കേന്ദ്ര സർക്കാർ എത്രത്തോളം കാഷ്വാലിറ്റികളാണ് ഈ ആക്രമണവുമായി ബന്ധപ്പെട്ട് എത്ര കാഷ്വാലിറ്റികൾ ഉണ്ടായി എന്നതിനെ സംബന്ധിച്ച് കൃത്യമായ കണക്ക് ഈ യോഗത്തിലും വ്യക്തമാക്കിയിട്ടില്ല. അതേസമയം തന്നെ പാകിസ്ഥാനിലെ പാക് അധീന കശ്മീരിലാണ് ആക്രമണം ഉണ്ടായത് എന്നതിനെ സംബന്ധിച്ച് കേന്ദ്ര സർക്കാർ കൃത്യമായ വിശദീകരണം ഇന്ന് പാർട്ടികൾക്ക് നൽകുകയും ചെയ്തിട്ടുണ്ട്. പാകിസ്ഥാനിലെ ഒരു പൗരനും ഈ ഒരു സംഭവത്തിന്റെ പേരിൽ ജീവഹാനി ഉണ്ടായിട്ടില്ല എന്നും കൃത്യമായി കേന്ദ്ര സർക്കാർ വിശദീകരിച്ചിട്ടുണ്ട്. ഏതായാലും നിലവിലെ സാഹചര്യത്തിൽ കേന്ദ്ര സർക്കാരിന് മറ്റു നടപടികളുമായി മുന്നോട്ട് പോകണമെങ്കിൽ രാജ്യത്തെ മറ്റു പാർട്ടികളുടെയൊക്കെ തന്നെ പിന്തുണ ആവശ്യമാണ്. പാകിസ്ഥാൻ ഉൾപ്പെടെ തിരിച്ചടിക്കുമെന്നുള്ള പ്രസ്താവനകൾ ആവർത്തിച്ച് നടത്തുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ മറ്റു പാർട്ടികളുടെ കൂടി വിശ്വാസം ആർജിച്ചാൽ മാത്രമേ കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം മറ്റു തുടർ നടപടികളുമായി മുന്നോട്ട് പോകാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. ഇതുകൂടി ലക്ഷ്യമാക്കിക്കൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു യോഗം ഇന്ന് കേന്ദ്ര സർക്കാർ വിളിച്ചു ചേർത്തിട്ടുണ്ടായിരുന്നത്. അയോധ്യ കേസിൽ സമവായ സാധ്യത പരിശോധിച്ച സുപ്രീം കോടതി സമവായത്തിന് 1% സാധ്യതയുണ്ടെങ്കിൽ അത് പരിഗണിക്കണമെന്നും സുപ്രീം കോടതി പറഞ്ഞു. മധ്യസ്ഥതയുടെ കാര്യത്തിൽ അടുത്ത ചൊവ്വാഴ്ച സുപ്രീം കോടതി വിശദമായ വിധി പുറപ്പെടുവിക്കും. ദില്ലിയിൽ നിന്നും ശരത് തയ്യാറാക്കിയ റിപ്പോർട്ട്. അയോധ്യ കേസുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിക്ക് കൃത്യമായ കാഴ്ചപ്പാടുണ്ടെന്നും കോടതി ഇടപെടലിലൂടെ ഇതുവരെയായ ഒരു മധ്യസ്ഥ ചർച്ച നടന്നിട്ടില്ല എന്നും ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അയോധ്യ കേസിൽ മധ്യസ്ഥ ശ്രമത്തിനുള്ള നീക്കം സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നും ഇന്ന് ഉണ്ടായിരിക്കുന്നത്. സമവായത്തിനുള്ള 1% സാധ്യതയുണ്ടെങ്കിൽ ആ 1% സാധ്യത ഉൾപ്പെടെ പരിശോധിക്കണമെന്നാണ് സുപ്രീം കോടതി ഇന്ന് വ്യക്തമാക്കിയിരിക്കുന്നത്. ഇത് വിശ്വാസത്തിന്റെ വിഷയമാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ സമവായത്തിനുള്ള സാധ്യതകൾ തേടേണ്ടതുണ്ട് എന്നുള്ള ഒരു നിലപാടാണ് സുപ്രീം കോടതി ഇന്ന് എടുത്തിരിക്കുന്നത്. സിവിൽ പ്രൊസീജിയർ കോഡിന്റെ 89-ാം വകുപ്പ് പ്രകാരമുള്ള സമവായ സാധ്യതകളാണ് സുപ്രീം കോടതി വിഷയത്തിൽ പരിശോധിക്കുന്നത്. ഇത് സംബന്ധിച്ചുള്ള പ്രസ്താവന ഒരു നിരീക്ഷണങ്ങളും ഉൾപ്പെടെ ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ 5-അംഗ ഭരണഘടനാ ബെഞ്ചിന്റെ ഭാഗത്തു നിന്നും ഇന്ന് ഉണ്ടായിരിക്കുകയാണ്. വിശാല തലത്തിൽ ഏത് മധ്യസ്ഥ ചർച്ചകളെയും പിന്തുണയ്ക്കാൻ തയ്യാറാണ് എന്നുള്ള ഒരു നിലപാടായിരുന്നു സുന്നി വഖഫ് ബോർഡ് സ്വീകരിച്ചിട്ടുണ്ടായിരുന്നത്. അതേസമയം തന്നെ നിർമോഹി അക്കാരെയും ഇതേ നിലപാടിൽ തന്നെയായിരുന്നു. എന്നാൽ രാംലല്ലയ്ക്ക് വേണ്ടി ഹാജരായിട്ടുണ്ടായിരുന്ന അഭിഭാഷകൻ ഈ ഒരു മധ്യസ്ഥ ചർച്ചയെ സ്വാഗതം ചെയ്യാൻ വേണ്ടി തയ്യാറായിട്ടുണ്ടായിരുന്നില്ല. നേരത്തെ കേസ് ആദ്യം പരിഗണിച്ച ഘട്ടത്തിൽ ഉത്തർപ്രദേശ് സർക്കാർ കേസുമായി ബന്ധപ്പെട്ട് തയ്യാറാക്കിയിട്ടുണ്ടായിരുന്ന രേഖകളുടെ തർജിമ പരിശോധിക്കാൻ വേണ്ടി വിവിധ കക്ഷികളോട് സുപ്രീം കോടതി ആവശ്യപ്പെട്ടു. തർജിമയിൽ മേൽ യാതൊരു എതിർപ്പും ഇല്ല എങ്കിൽ മാത്രമേ തുടർവാദങ്ങളിലേക്ക് കടക്കാൻ വാദം ആരംഭിക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ എന്നുള്ള ഒരു നിലപാടായിരുന്നു സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് സ്വീകരിച്ചത്. എന്നാൽ സുന്നി വഖഫ് ബോർഡ് ഉൾപ്പെടെയുള്ള മുസ്ലിം സംഘടനകൾക്ക് വേണ്ടി ഹാജരായിട്ടുണ്ടായിരുന്ന രാജീവ് ധവാൻ ഈ തർജ്ജമ ചെയ്യപ്പെട്ട രേഖകളെ കുറിച്ച് ഇതേവരെയായി പരിശോധന നടത്താൻ സമയം ലഭിച്ചിട്ടില്ല എന്ന് സുപ്രീം കോടതിയിൽ ചൂണ്ടിക്കാട്ടി. ഇതിനെ സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട് കൊച്ചിയിൽ നടന്ന UDF ഉഭയകക്ഷി ചർച്ച പരാജയം. അധിക സീറ്റ് എന്ന ആവശ്യത്തിൽ കേരള കോൺഗ്രസും മുസ്ലിം ലീഗും ഉറച്ചുനിന്നു. എന്നാൽ കൂടുതൽ സീറ്റ് നൽകാൻ കഴിയില്ലെന്ന് കോൺഗ്രസും അറിയിച്ചതോടെയാണ് ചർച്ച വഴിമുട്ടിയത്. ഇപ്പോൾ KM ഉമേഷ് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. മുസ്ലിം ലീഗുമായാണ് കോൺഗ്രസ് നേതാക്കൾ ആദ്യം ചർച്ച നടത്തിയത്. നിലവിലുള്ള 2 സീറ്റുകൾക്ക് പുറമെ 1 സീറ്റ് കൂടി അധികമായി നൽകണം എന്ന് മുസ്ലിം ലീഗ് നേതാക്കൾ കോൺഗ്രസ് നേതാക്കളെ അറിയിച്ചു. എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ അതിന് കഴിയില്ല എന്ന് കോൺഗ്രസ് നേതാക്കളും ഈ ചർച്ചയിൽ മറുപടി നൽകുകയാണ് ഉണ്ടായത്. അങ്ങനെയെങ്കിൽ ഇനി ചർച്ച തുടരുന്നതിൽ അർത്ഥമില്ല എന്ന് PK കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ളവർ ചർച്ചയിൽ വ്യക്തമാക്കി. ഇതേ തുടർന്ന് ലീഗ് നേതാക്കൾ ചർച്ചയിൽ നിന്ന് ചർച്ച അവസാനിപ്പിച്ച് മടങ്ങിപ്പോരുകയായിരുന്നു. ഇനിയും ചർച്ചകൾ ഉണ്ടാകും എന്ന സൂചന തന്നെയാണ് മുസ്ലിം ലീഗ് നേതാക്കൾ വ്യക്തമാക്കിയത്. ഫസ്റ്റ് റൗണ്ട് ചർച്ചയാണ് നടന്നത്. ഇനിയും ചർച്ച ഉണ്ടാവും. അതിൻ്റെ സമയവും സ്ഥലവും ഒക്കെ അവർ പറയും. കൂടുതലായിട്ട് ഞങ്ങൾക്ക് പറയില്ല. കാരണം ഒരു ദിവസം കൊണ്ട് തീരുന്നതല്ലല്ലോ ചർച്ച. തുടർന്ന് കേരള കോൺഗ്രസുമായും കോൺഗ്രസ് നേതാക്കൾ ചർച്ച നടത്തുകയുണ്ടായി. കേരള കോൺഗ്രസും അവരുടെ 2ാം സീറ്റ് എന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ഉണ്ടായത്. കേരള കോൺഗ്രസിന്റെ ആവശ്യവും കോൺഗ്രസ് നേതാക്കൾ ഇന്നത്തെ ചർച്ചയിൽ നിരാകരിക്കുകയാണ് ഉണ്ടായത്. തുടർന്നുള്ള ചർച്ചകളിൽ പരിഹാരമുണ്ടാകും എന്നും കോൺഗ്രസ് നേതാക്കൾ കേരള കോൺഗ്രസിനെ അറിയിച്ചു. തുടർന്നുള്ള ചർച്ചകളിൽ അനുകൂല തീരുമാനമല്ല ഉണ്ടാകുന്നതെങ്കിൽ കടുത്ത നിലപാടിലേക്ക് കടക്കേണ്ടി വരും എന്ന് PJ ജോസഫ് കോൺഗ്രസ് നേതാക്കൾക്ക് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു. അവരവരുടെ ബുദ്ധിമുട്ട് പറഞ്ഞു, ഞങ്ങളുടെ ബുദ്ധിമുട്ട് പറഞ്ഞു. ചർച്ച ഇനി 9-ാം തീയതി 3-ാം തീയതി വീണ്ടും ഇവിടെ വെച്ച് ചർച്ച ചെയ്യും. അതേസമയം കേരള കോൺഗ്രസ് ജേക്കബ് വിഭാഗവും 1 സീറ്റ് നൽകണം എന്ന അവകാശവാദവുമായി ഉഭയകക്ഷി ചർച്ചയിൽ പങ്കെടുക്കുകയുണ്ടായി. തങ്ങളുടെ ആവശ്യം അംഗീകരിച്ചില്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണവുമായി സഹകരിക്കില്ല എന്നാണ് ജേക്കബ് ഗ്രൂപ്പ് നേതാക്കൾ കോൺഗ്രസ് നേതാക്കളെ അറിയിച്ചത്. അതേസമയം RSPയുമായി 1 സീറ്റ് ധാരണയിൽ എത്തിയത് മാത്രമാണ് ഇന്നത്തെ ഉഭയകക്ഷി ചർച്ചയിൽ കോൺഗ്രസിന് ആശ്വസിക്കാവുന്ന വിവരങ്ങൾ നൽകിയത്. LDF തെക്കൻ മേഖലാ ജാഥയ്ക്ക് മലയോര ജനതയുടെ ഉജ്ജ്വല സ്വീകരണം. കോടിയേരി ബാലകൃഷ്ണൻ നയിക്കുന്ന ജാഥ ഇടുക്കിയിൽ
പര്യടനം പൂർത്തിയാക്കി 2 ദിവസം കൊണ്ട് 5 കേന്ദ്രങ്ങളിലാണ് യാത്ര പര്യടനം നടത്തിയത്. കേന്ദ്ര സർക്കാരിന്റെ ജനദ്രോഹ നയങ്ങളെ തുറന്നു കാണിച്ചും സംസ്ഥാന സർക്കാരിന്റെ ജനോപകരമായിട്ടുള്ള വികസന പ്രവർത്തനങ്ങളെ ജനങ്ങളിൽ എത്തിച്ചുമുള്ള യാത്രയ്ക്ക് ഉജ്ജ്വല സ്വീകരണമാണ് ഇടുക്കി ജില്ലയിൽ ലഭിച്ചത്. മലയോര ജനത ഓരോ ഇടങ്ങളിലും വലിയ സ്വീകരണം ഏർപ്പെടുത്തിയിരുന്നു. തിങ്കളാഴ്ച വൈകിട്ടോടുകൂടിയാണ് ഇടുക്കി ജില്ലയിൽ പര്യടനം ആരംഭിച്ചത്. തെക്കൻ മേഖലാ ജാഥയ്ക്ക് വണ്ടിപ്പെരിയാറിലായിരുന്നു ആദ്യ സ്വീകരണം. പിന്നീട് ഇന്ന് നെടുങ്കണ്ടത്തും ചെറുതോണി, അടിമാലി എന്നിവിടങ്ങളിലും കൂടി പര്യടനം പൂർത്തിയാക്കി ഏറ്റവും ഒടുവിലാണ് ജില്ലയിലെ അവസാന സ്വീകരണ കേന്ദ്രമായിട്ടുള്ള തൊടുപുഴയിലെത്തിയത്. തൊടുപുഴയിലും വലിയ ജനാവലി തന്നെയായിരുന്നു ജാഥ ക്യാപ്റ്റൻ CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനെയും ജാഥ അംഗങ്ങളെയും സ്വീകരിക്കാൻ എത്തിയിരുന്നത്. നമുക്കറിയാം, ശക്തമായിട്ടുള്ള ചൂടാണ്. പ്രത്യേകിച്ചും ഹൈറേഞ്ചിലൊക്കെ തന്നെ വലിയ രീതിയിലുള്ള ചൂട് അനുഭവപ്പെടുന്നുണ്ട്. ആ അത്തരത്തിലുള്ള ശക്തമായിട്ടുള്ള ചൂടിനെ വകവെക്കാതെ സ്ത്രീകൾ ഉൾപ്പെടെ ആയിരങ്ങളാണ് ഈ ജാഥ ക്യാപ്റ്റനെയും അതോടൊപ്പം തന്നെ ജാഥ അംഗങ്ങളെയും സ്വീകരിക്കാനായി ഓരോ വേദികളിലും എത്തിയിരുന്നത്. അതുതന്നെയാണ് ഈ ഒരു ജാഥയ്ക്ക് ജനപിന്തുണ എത്രമാത്രം ഉണ്ട് എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണങ്ങൾ തന്നെയായിരുന്നു. ഓരോ വേദിയിലേക്കും എത്തിയിരുന്ന ആയിരക്കണക്കിന് സ്ത്രീകൾ ഉൾപ്പെടുന്നവരുടെ ഒരു സാന്നിധ്യം എന്നത് നമ്മൾ എടുത്തു പറയേണ്ടിയിരിക്കുന്നു. പ്രധാനമായും ഇന്നത്തെ ഈ സ്വീകരണ കേന്ദ്രങ്ങളെല്ലാം തന്നെ ജാഥ ക്യാപ്റ്റൻ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം, രാജ്യത്തെ ജനങ്ങളെ കേന്ദ്ര സർക്കാർ കൊള്ളയടിക്കുകയാണ്, കുത്തകകളെ സഹായിക്കുകയും അതോടൊപ്പം തന്നെ സാധാരണക്കാരനെ വേട്ടയാടുകയും ചെയ്യുന്ന ഒരു നിലപാടിലേക്ക് കേന്ദ്ര സർക്കാർ മാറുന്നു. അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് പൊതുമേഖലാ സ്ഥാപനങ്ങളെ കുത്തകകൾക്ക് വിൽപ്പന നടത്തുന്ന സ്ഥിതിവിശേഷം ഉണ്ടാവുന്നത്. അതിൽ എടുത്തു പറഞ്ഞ ഒരു കാര്യം, തിരുവനന്തപുരം വിമാനത്താവളം ഉൾപ്പെടെ രാജ്യത്തെ പ്രധാനപ്പെട്ട വിമാനത്താവളങ്ങളുടെ നടത്തിപ്പ് അദാനി ഗ്രൂപ്പിന് നൽകിയത് അതിന്റെ ഒരു ഉദാഹരണമാണ് എന്നും CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. ലേലത്തിൽ വെച്ചപ്പോൾ 5ലും അദാനി ഗ്രൂപ്പ് മുന്നിൽ വന്നു എന്നാണ് പറയുന്നത്. അദാനി ഗ്രൂപ്പിന് ലേലം ഉറപ്പിച്ചു കൊടുക്കത്തക്ക വിധത്തിലുള്ള നിബന്ധന ഉണ്ടാക്കി. സാധാരണഗതിയിൽ എയർപോർട്ട് നടത്തി പരിചയമുള്ളവർക്ക് ആണ് കൊടുക്കാറ്. ഇത്തവണ അദാനി ഗ്രൂപ്പിന് കൊടുക്കാൻ വേണ്ടി മാത്രം ആ വ്യവസ്ഥ ലേലത്തിൽ നിന്ന് ഒഴിവാക്കി. ഇടുക്കി ജില്ലയിൽ ഓരോ കേന്ദ്രങ്ങളിലും 5 നിയമസഭാ മണ്ഡലങ്ങളിലെ ഓരോ ഇടങ്ങളിലായിരുന്നു സ്വീകരണം നൽകിയിരുന്നത്. ഈ 5 ഇടങ്ങളിലും വലിയ ജനപങ്കാളിത്തവും ശ്രദ്ധേയമായിരുന്നു. ഇനി ഇടുക്കി ജില്ലയിലെ പര്യടനം പൂർത്തിയാക്കിക്കൊണ്ട് കേരള സംരക്ഷണ യാത്ര അടുത്ത 2 ദിവസങ്ങളിലായിക്കൊണ്ട് എറണാകുളം ജില്ലയിലാണ് പര്യടനം നടത്തുക. 7 കേന്ദ്രങ്ങളിലാണ് എറണാകുളം ജില്ലയിൽ പര്യടനം നടത്തുക. അതേസമയം കാനം രാജേന്ദ്രൻ നയിക്കുന്ന LDF വടക്കൻ മേഖലാ ജാഥ മലപ്പുറം ജില്ലയിൽ പര്യടനം പൂർത്തിയാക്കി. നാളെ ജാഥ പാലക്കാട് ജില്ലയിൽ പര്യടനം നടത്തും. KT സ്വാലിഹ് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. കാനം രാജേന്ദ്രൻ നയിക്കുന്ന LDF വടക്കൻ മേഖലാ ജാഥ മലപ്പുറം ജില്ലയിലെ പര്യടനം പൂർത്തിയാക്കി. ഇന്ന് രാവിലെ അരീക്കോട് നിന്നാണ് പര്യടനം ആരംഭിച്ചത്. അതിനുശേഷം വണ്ടൂർ, നിലമ്പൂർ സ്വീകരണങ്ങൾ നടന്നു. അതിനുശേഷം പെരിന്തൽമണ്ണയിലായിരുന്നു സമാപനം. നാളെ ജാഥ പാലക്കാട് ജില്ലയിലേക്ക് കടക്കും. അതിർത്തിയായ പുലാമന്തോളിൽ നിന്ന് പാലക്കാട് ജില്ലാ LDF നേതാക്കൾ ജാഥയെ സ്വീകരിക്കും. കഴിഞ്ഞ 3 ദിവസമായി 12 കേന്ദ്രങ്ങളിലാണ് മലപ്പുറം ജില്ലയിൽ ജാഥയ്ക്ക് സ്വീകരണം നൽകിയത്. വലിയ ജനപങ്കാളിത്തം കൊണ്ടും സ്ത്രീകളുടെ എല്ലാം വലിയ പങ്കാളിത്തം നമുക്ക് മലപ്പുറം ജില്ലയിൽ കാണാൻ കഴിഞ്ഞിരുന്നു. കോഴിക്കോട് ജില്ലാ അതിർത്തിയിൽ നിന്ന് ഐക്കരപ്പടിയിൽ നിന്ന് LDF ജില്ലാ നേതാക്കൾ സ്വീകരിച്ചത് മുതൽ മലപ്പുറം വലിയ ആവേശത്തിലായിരുന്നു. ഓരോ മണ്ഡലങ്ങളിലും വലിയ തിരക്ക് നമുക്ക് സ്വീകരണ കേന്ദ്രങ്ങളിലെല്ലാം കാണാൻ കഴിഞ്ഞിരുന്നു. LDF ഘടകകക്ഷി നേതാക്കൾ ജാഥയെ അനുഗമിക്കുന്നുണ്ട്. മോഡി സർക്കാർ നടത്തുന്ന രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ, രാജ്യത്തിന്റെ ബഹുസ്വരത ഇല്ലാതാവുകയാണ് BJP സർക്കാരിന്റെ നേതൃത്വത്തിൽ. അതോടൊപ്പം തന്നെ വലിയ തോതിൽ തൊഴിലില്ലായ്മ ഉണ്ടായിരിക്കുന്നു. ഈ ഒരു ഘട്ടത്തിൽ മോദി സർക്കാരിനെ താഴെ ഇറക്കേണ്ടതിന്റെ ആവശ്യകതയാണ് നേതാക്കൾ വിശദീകരിച്ചത്. ഒപ്പം സംസ്ഥാന സർക്കാരിന്റെ വികസന നേട്ടങ്ങളും ഭരണമികവുമെല്ലാം ജാഥ ക്യാപ്റ്റൻ കാനം രാജേന്ദ്രൻ വിശദീകരിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഓരോ കേന്ദ്ര സർക്കാർ, സംസ്ഥാന സർക്കാരിന്റെ ആനുകൂല്യങ്ങൾ പോലും തടഞ്ഞു വെക്കുന്ന സാഹചര്യം, ഫെഡറൽ സംവിധാനത്തിനെതിരായ പ്രവർത്തനങ്ങളാണ് ഉണ്ടാവുന്നത്. ഇതിനെതിരെ വലിയ ജനരോഷം ഉയരണമെന്ന് അദ്ദേഹം അഭ്യർത്ഥിച്ചു. ഒരു പൊതുജനാഭിപ്രായം ഇക്കാര്യത്തിൽ ഉയർന്നു വരേണ്ടതുണ്ട്. അത് വരുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കേണ്ടതുണ്ട് എന്ന് കാനം രാജേന്ദ്രൻ അഭിപ്രായപ്പെട്ടു. LDF ജില്ലാ നേതാക്കളും ഈ ജാഥയെ അനുഗമിക്കുന്നുണ്ട്. ഏതാണ്ട് നാളെ രാവിലെ 10 മണിയോടെ ജാഥ പാലക്കാട് ജില്ലയിലേക്ക് കടക്കുകയായി.